ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന മരണമാസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ട്രെയിലർ റിയാക്ഷൻ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. സബ്ജക്ട് ഇൻ ദിസ് ടൊവിനോ തോമസ് പ്രസൻസ്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആംഗ്രി യങ് സ്റ്റാർ ബേസിൽ ജോസഫ് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് ഓയിലച്ചിലിട്ട് വിൽക്കാൻ നോക്കിയ കേസ്. പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞവളാണ് ഞാൻ. പക്ഷെ സ്റ്റാഫ് മാത്രമേ കത്തിച്ചുള്ളൂ. ഡിസംബർ 16 എന്റെ കല്യാണം. ഏതെങ്കിലും ഒരു നാട് ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ ജിക്കു നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ നാട്ടിൽ ഭീതി പരത്തിയ ചിത്രീകരിക്കില്ലറേ. ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങലിന്റെ അക്കത്ത് ചുറ്റിക കൊണ്ട് ചുരച്ചിരിക്കാം. നീ മരിച്ചതായി ഞാനും, ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. തിരയില്ലാ ചോരക്കടലിൽ മരണത്തിൻ തോണി തൊഴിയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാനിലുയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിടും. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് നടക്കാൻ പോകും. നീ പേടിക്കും. മരണമാസ് പഴത്തിന് മരണമാസ് ഏപ്രിൽ 10 ഇൻ സിനിമാസ്. അപ്പോ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നർമ്മത്തിന് പ്രാധാന്യമുള്ള ഒരു ചിത്രം എന്നാണ്. പക്ഷെ ആ ലാസ്റ്റിലത്തെ സീനൊക്കെ കാണുമ്പോൾ നർമ്മത്തിനുപരി സെന്റിമെന്റൽ വർക്കൗട്ട് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ത്രില്ലർ മൂവിയുടെ ടച്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോ എന്തായിരുന്നാലും മരണമാസ് എന്ന ഈ ചിത്രം ഒരു മരണമാസ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് ബേസിൽ ജോസഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ബേസിൽ ജോസഫിന്റെ കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കാം മരണമാസ്. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്, റാഫേൽ പ്രോജക്ട്സ്, വേൾഡ് വൈഡ് ഫിലിംസ് എന്നീ ബാനറുകളിലാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. നവാഗതനായിട്ടുള്ള ശിവപ്രസാദ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശിവപ്രസാദും ഈ ചിത്രത്തിന്റെ അഭിനേതാവ് കൂടിയായിട്ടുള്ള സിജു സണ്ണിയും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ബേസിലിന് പുറമെ സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആന്റണി, ഉളിയനം പൗലോസ്, അനിഷ്മ അനിൽകുമാർ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഏപ്രിൽ 10 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഏപ്രിൽ 10 പ്രത്യേകത നമുക്കറിയാം. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക തിയേറ്ററുകളിൽ എത്തുന്ന ദിവസമാണ്. അന്നേ ദിവസം 3-4 സിനിമകൾ തന്നെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. നമ്മുടെ തല അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലിയും അന്നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അതുപോലെ തണ്ണി ഡിയോൾ നായകനായിട്ട് എത്തുന്ന ജാട്ട് എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്തുന്നത് ഏപ്രിൽ 10 അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു വിഷുക്കണിയാകട്ടെ മരണമാസം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, എന്തായിരുന്നാലും മറ്റ് സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.